ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നേരത്തെ വരച്ച പയർമണി അതിൻ്റെ ചിത്രം പെൻസിൽ വരച്ചു, ക്രയോൺസ് കളർ ചെയ്തു. ഇനി വാട്ടർ കളറിലേക്ക് മാറുകയാണ്. അത് ആദ്യം HB പെൻസിൽ കൊണ്ട് ഒന്ന് സ്കെച്ച് ചെയ്യുക. അത് വാട്ടർ കളർ ചെയ്യുന്നത് കൊണ്ട് അധികം ഡാർക്കായിട്ട് ചെയ്യേണ്ട, നമുക്ക് കാണുന്ന രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്യുക. അതിനുശേഷം 4 നമ്പർ 4ന്റെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് അതിന് ഡാർക്ക് ഗ്രീൻ കളർ ആദ്യം അതിൻ്റെ ബോർഡറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന് കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറുമായി ചേർത്ത് ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഡാർക്ക് ഗ്രീൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. ഇതിന് താഴെയുള്ള പീര് അത് പൊട്ടി അതിനകത്ത് വരുന്ന റൗണ്ടായിട്ടുള്ള പയർമണികൾ കാണാൻ വേണ്ടി ആ സ്ഥലത്തും ഇത് സ്കെച്ച് ചെയ്തതിന് ഗ്രീൻ കളർ കൊണ്ട് തന്നെ ഒന്ന് വരയ്ക്കുക. അതോടൊപ്പം അതിൻ്റെ ഔട്ട്ലൈൻസും ഡാർക്ക് ഗ്രീൻ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ പയർമണിക്കകത്ത് ഉരുണ്ട ഷേപ്പ് വരാൻ വേണ്ടി ലൈറ്റ് കളറും ഡാർക്ക് ഗ്രീനും യെല്ലോയും ചേർത്ത് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് വെള്ളം മുക്കി ഒന്ന് വാഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത്രയും കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്ലൈൻസ് ഡാർക്ക് ഗ്രീൻ കൊണ്ട് തന്നെ, ഗ്രീനോടൊപ്പം ബ്രൗണും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഡാർക്ക് ആക്കാം. അങ്ങനെ ആക്കിയിട്ട് അതിനെ ഒന്ന് ഔട്ട്ലൈനായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ തണ്ട് എന്നുള്ള ഭാഗം ഡാർക്ക് ഗ്രീൻ കൊണ്ട് തന്നെ വരയ്ക്കുക. ഇനി എൻ്റെ ഹൈലൈറ്റ് ഉള്ള ഭാഗം വിട്ടിട്ട് കുറച്ചുകൂടെ ബ്ലാക്ക് ചേർന്ന, ബ്ലാക്ക് വേണമെന്നില്ല, പകരം ഗ്രീൻ തന്നെ ബ്രൗണും ചേർത്ത് ഡാർക്ക് ആക്കുമ്പോൾ ബ്ലാക്ക് പോലുള്ള എഫക്റ്റ് ഉണ്ടാവും. ആ കളർ ഉപയോഗിച്ച് ഔട്ട്ലൈൻസൊക്കെ വരയ്ക്കുക. ഇത് ഇത്രയും ആയി കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ആ പയറിൻ്റെ കൃത്യമായ രൂപത്തിലെത്തി കഴിഞ്ഞിരിക്കും. എങ്കിലും ഇനി ഇതിന് ഔട്ട്ലൈൻസ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതിനാൽ കുറച്ചുകൂടെ ഡാർക്ക് കളറിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക. ഔട്ട്ലൈൻ ഡാർക്ക് കളറിട്ട് തന്നെ വരച്ചതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഭാഗം കുറച്ച് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരണം. അതുകൊണ്ട് പയറിൻ്റെ അകത്തുള്ള ഭാഗം വളരെ ഡാർക്കായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഇരിക്കുന്ന സർഫസ് പേപ്പറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മേശയുടെ പുറത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും തറയിലിരിക്കുന്നതായിട്ട് തോന്നണമെങ്കിൽ അതിൻ്റെ ഷാഡോ കൂടെ കൊടുക്കേണ്ടതാണ്. ഷാഡോ ഈ പേപ്പറിൻ്റെ കളറിനോ അല്ലെങ്കിൽ ആ മേശയുടെ കളറിനോ യോജിച്ച രീതിയിൽ ഒരു ശകലം ബ്രൗണിന് ഡാർക്കോ അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലൂ കളറോ ചേർക്കാം. ഞാനിവിടെ ബ്രൗൺ കളറ് ലൈറ്റായിട്ട് കൊടുത്ത് അതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം അതിൻ്റെ ആ ഷെയ്ഡ് ഭാഗം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. അങ്ങനെ വരച്ച് കഴിയുമ്പോഴാണ് നമ്മൾ വരച്ച ചിത്രം ഫിനിഷ് ആവുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.